ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാമേ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഞാൻ നേരെ പറഞ്ഞു പോറാക്കുന്നില്ല, വിശേഷത്തിലേക്ക് തന്നെ കിടക്കണം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വൈജ കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നല്ലോ. അങ്ങനെ സൗദാമിനിയുടെ നമ്മുടെ വൈജയുടെ അമ്മയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. സൗദാമിനി വൈജയനെ കണ്ടതും ഞെട്ടി അങ്ങ് പോവാണ് കേട്ടോ. കാരണം ഒത്തിരി നാളായല്ലോ മകളെ അമ്മയൊന്ന് കണ്ടിട്ട്. അയ്യോ മോളെ, നിനക്ക് നടക്കാറൊക്കെ ആയോ? ഓ, നടക്കാറൊന്നും ആയില്ലമ്മേ. പിന്നെ ഒരു വിധത്തിൽ നടന്ന് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാലില് കമ്പി ഇട്ടേക്കുന്നത് കൊണ്ട് ഭയങ്കര വേദനയാ, കാല് അനക്കാൻ പറ്റുന്നില്ല. അല്ല, അപ്പൊ ഒരു കാറ് വന്നതോ? അപ്പൊ നീ അല്ലേ കാറിൽ വന്നത്? ഞാൻ കാറും കൊണ്ടല്ല വന്നത്, ഞാൻ ഒരു ടാക്സി വിളിച്ച ഇങ്ങോട്ടേക്ക് പോകുന്നത്. കാറും കൊണ്ട് വരാന് ആ കാറ് പണി മുടക്കി കിടക്കല്ലേ. അതിനെന്തൊക്കെയോ പെയിന്റിങ്ങോ പണികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അത് ഈ കൊല്ലമൊന്നും കിട്ടാൻ പോകുന്നില്ല. പറഞ്ഞിട്ടുണ്ട് അവരോട്, ഇന്നോ നാളെയോ കിട്ടും 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 നോക്കിയിരിക്കുന്നതല്ലാതെ അതിന്റെ പെയിന്റിങ് പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ അത് കിട്ടുന്നത്? അല്ല, അമ്മയ്ക്ക് സുഖമാണോ? ഓ, സുഖമാണോന്നോ? ഇവിടെ ഇവിടെ നല്ല സുഖമായിരിക്കുമല്ലോ എനിക്ക്. അല്ല, നിനക്ക്? എനിക്ക് ഭയങ്കര സുഖമാണല്ലോ. അമ്മയ്ക്ക് ഇവിടെ സുഖം, എനിക്ക് അതിലും വലിയ സുഖം അവിടെ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് എന്ത് സുഖം അവിടെ. ദേ ഞാനൊന്നും പറയുന്നില്ല. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ കഷ്ടകാലം. കഷ്ടകാലമോ? കഷ്ടകാലം അത് ചില സമയങ്ങളിൽ ഉണ്ടാകൂല മോളെ. ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കി വെച്ചതാ, കൊണ്ടുവന്നതാ കഷ്ടകാലം. ആര് കൊണ്ടുവന്നു? വേറെ ആര് കൊണ്ടുവരാനാ? മനു മനു അങ്ങ് കഴക്കൂട്ടത്ത് പോയി കെട്ടി വലിച്ചോണ്ട് വന്നതല്ലേ കഷ്ടകാലം. ഓ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അത് തന്നെ എന്റെ കഷ്ടകാലം. അതിന്റെ പേര് മാറിയെന്നേ ഉള്ളൂ. അലീന എന്ന് വിളിച്ചാലും കഷ്ടകാലം എന്ന് വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെയാ. എടി, നീ അത് ഇതുവരെ വിട്ടില്ലേ വൈജെ? എങ്ങനെ വിടാനാ? എന്നെ ഇവിടെ എത്തിച്ചത് ആരാ? എനിക്ക് കാർ ആക്സിഡന്റ് വരാൻ കാരണം ആരാ? എന്റെ കുടുംബം തകർത്തതാരാ? നീ തന്നെയല്ലേ വൈജ ഇതെല്ലാം ചെയ്തത്? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഓ, അമ്മയും കാല് മാറിയോ? അത് കൊള്ളാം. എടാ എടി, നിന്റെ ദുർവാശി, കടുംപിടുത്തം, വൈരാഗ്യം ഇതെല്ലാം കാരണമായി ഈ പറഞ്ഞതൊക്കെ ഉണ്ടായതെന്ന് ആർക്കാ അറിയാമേലാഞ്ഞത്? നിന്റെ കെട്ടിയവനറിയാം, മക്കൾക്കറിയാം, നിന്റെ ആങ്ങളമാർക്കറിയാം, എനിക്കറിയാം. ഓ, അമ്മയ്ക്ക് എന്നതറിയാം? അമ്മയ്ക്ക് ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും അറിയത്തില്ല. എന്റെ കുഞ്ഞെ, ഞാൻ എന്ത് പറയാനാ നിന്നോട്? നിന്റെ തലയ്ക്ക് ഒരു വെളിവ് കിട്ടുന്നില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും വെളിവ് ഉണ്ടാകണ്ടേ? ഓ, ഇതെന്താണ് നീ ഇങ്ങനെയായി പോയത്? പറ പറ, അമ്മ പറ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ തെറ്റേ ചെയ്തിട്ടുള്ളൂ. ചുമ്മാതങ്ങ് കുറ്റപ്പെടുത്തിയാ പോരല്ലോ. എനിക്ക് കേൾക്കണം, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഓ, നീ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അതാ നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. കെട്ടിയവൻ പറഞ്ഞാ കേൾക്കുവോ? മക്കള് പറഞ്ഞാ കേൾക്കുവോ? ആങ്ങളമാര് പറഞ്ഞാ കേൾക്കുവോ? ദേ, നിന്റെ ദൈവം ഉണ്ടല്ലോ, മേളിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നോട് പറഞ്ഞാൽ കേൾക്കുവോ? ഒരിക്കലും ഇല്ല. ആരെയെങ്കിലും ഒരു പേടി വേണ്ടേടി? നിനക്ക് ദൈവത്തെയെങ്കിലും പേടി വേണ്ടേ? നിനക്ക് ദൈവത്തെ പോലും പേടിയില്ലല്ലോ വൈജു. ഇങ്ങനെ പോയാൽ ജീവിതം എവിടെ ചെന്ന് നിൽക്കും? സാക്ഷാൽ ദൈവം തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാൽ പോലും നീ അനുസരിക്കത്തില്ല. നീ പറയും പോയി പണി നോക്കടാന്ന്. എന്നെ അനുസരിപ്പിക്കാൻ മാത്രമാണല്ലോ അമ്മ സഹിതം എല്ലാവർക്കും ഉത്സാഹം. ഞാനാകെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. വേലക്കാരിയായിട്ട് വന്നവള് വീട്ടുകാരി ആവരുത്. അതാ എന്റെ ആവശ്യം. അവൾ പിരിച്ചുവിടണം. ഒരു വീട്ടിലെ കുടുംബനാഥ പറയുക, ദൈവത്തെ ഓർത്ത് എന്റെ വീട്ടിലെ വേലക്കാരിയെ പറഞ്ഞയക്കെ, എനിക്കത് വേണ്ട. ഏ ഇതല്ലേ ഞാൻ ചെയ്ത തെറ്റ്? ഇത് വലിയ തെറ്റാ? ആരോടൊക്കെ ഞാൻ പറഞ്ഞു? ഇനി എത്ര പേരോട് പറയണം ഞാന്? കോടതിയിലേക്ക് പോകാനേ ഈ വൈജ തീരുമാനിച്ചു. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇതിന്. ഓഹോ, അപ്പൊ നീ വേറെ ഒരു വഴിയും കണ്ടില്ലേ? ഇല്ല, വേറൊരു വഴിയും എന്റെ മുമ്പിലില്ല. അമ്മയെ ശുശ്രൂഷിക്കാന് ഒരു വേലക്കാരിയെ വെച്ചതിന്റെ ശിക്ഷയാണ് ദേ ഈ ഞാൻ അനുഭവിക്കുന്നതും ഇനി അനുഭവിക്കാൻ ഇരിക്കുന്നതും. മനസ്സിലായോ? എന്റെ മോളെ, ഈശ്വരൻ നിന്റെ കണ്ണ് തുറപ്പിക്കട്ടെ. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. എന്റെ കണ്ണും തുറന്നാലേ എന്റെ കണ്ണ് തുറന്ന ഈശ്വരൻ ഈ ലോകത്തേക്ക് വിട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ തുറന്നായിരിക്കുന്നത്, ഉറങ്ങുമ്പോൾ ഒഴികെ. വേറെ ചിലരൊക്കെ കണ്ണടച്ച് പിടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് തുറന്നാ മതി എല്ലാ പ്രശ്നവും തീരാനായിട്ട്. അതൊക്കെ പോട്ടെ. നിന്നോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല. നീ ഇപ്പൊ എന്നെ കാണാൻ വന്നതാണോ ഈ വയ്യാത്ത കാലം വെച്ച്? അതോ ശിവനെ കാണാൻ വന്നതോ? ഓ, ഞാൻ ആരെയും കാണാൻ വന്നതൊന്നുമല്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാ. എന്നെ മോളെ പറയുന്നത്? ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്റെ പൊന്നു, അയ്യോടി, നീ എന്ത് ഭ്രാന്താടി പറയുന്നത്? ഒരു തവണ ചാടി പുറപ്പെട്ടതിന്റെ ഫലം നിനക്ക് അറിയാലോ. പിന്നെ രണ്ട് കാലും കൈ ഒടിഞ്ഞ് ആശുപത്രി കയറേണ്ടി വന്നു. അവിടുന്ന് ഇറങ്ങിയതല്ലേടി ഉള്ളൂ, പിന്നെ ചാടി പോന്നേക്കുന്നു. നിനക്ക് എന്താടി ലെവലേശം വെളിവില്ല? ഇനിയിപ്പൊ എന്താ വരാൻ പോകുന്നത് ദൈവത്തിന് മാത്രം അറിയാം.
ഓ, ഞാൻ കടപ്പാട്ടൂര് പോയി താമസിച്ചത് എന്റെ സമ്മതത്തോടു കൂടിയല്ല. ആങ്ങളമാരെ നിർബന്ധിച്ച് കാറ് കയറ്റി കൊണ്ടുവിട്ടതാ. മടുത്തു, സഹി കിട്ടു. എല്ലാം കണ്ടും കേട്ടും കണ്ടും കേട്ടും ഇത്ര ദിവസം ഞാൻ പട്ടി കിടക്കുന്ന പോലെ കിടന്നു. ബാലേന്ദ്രനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് വലിയ അഭിമാനം. ഞാന് കൈതക്കൽ മാളിക വീട്ടില് ജനിച്ച് വളർന്നവളാ, അറിയാലോ. ഈ വീട്ടിലെ പട്ടിക്ക് കൊടുക്കാനുള്ള ചോറ് എടുത്തുണ്ടല്ലോ കൊടുത്തിട്ടില്ലേ ബാലചന്ദ്രന്? ഹാ, മൂക്കുമുട്ട തിന്നിട്ടുമുണ്ട്. എന്നിട്ട് അയാളുടെ വീട്ടിൽ പോയി 3 നേരത്തെ ആഹാരം നക്കി തിന്നേണ്ട ആഗ്രഹം എനിക്കില്ല. വൈജേദ്യ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അത് തന്നെ. ആരോടാ കുഞ്ഞെ നീ മത്സരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാന് എല്ലാവരോടും മത്സരിക്കുക. എന്നെ ചതിച്ച, എന്നെ വേദനിപ്പിച്ച, എന്നെ ഒറ്റയ്ക്കാക്കിയ സകലരോടും ഞാൻ ഇങ്ങനെയേ പെരുമാറൂ. ഞാൻ തോറ്റു കൊടുക്കത്തില്ല. ഈ വൈജ തോറ്റു കൊടുക്കത്തില്ല. വൈജയുടെ ജീവൻ പോണം വൈജ തോറ്റു കൊടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജ ഇറങ്ങി പോവാണ് കേട്ടോ. ഞൊണ്ടി ഞൊണ്ടി ആ ഞൊണ്ടുകാലം വെച്ചോണ്ട് പോകുന്നുണ്ട്. ചതിച്ചത് വൈജേനെയാന്നാ പറയുന്നത്. ചതിച്ചത് ബാലചന്ദ്രനെയാണെന്ന് എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാം. എന്ത് ചെയ്യാനാണ്, നമ്മുടെ വൈജയ്ക്ക് അറിയത്തില്ലല്ലോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശിവൻ പതുക്കെ കോളറൊക്കെ ശരിയാക്കി ബനിയനും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് എണീറ്റ് വരികയാണ്. കമലയും അവിടെ ഉണ്ട് കേട്ടോ. കമലയാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. എല്ലാ എഴുന്നള്ളി വീട്ടിലേക്കാണല്ലോ വരുന്നത്. അങ്ങനെ നമ്മുടെ കമല ചോദിക്കുക, എന്നതാ ഇതിന്റെയൊക്കെ അർത്ഥം എന്റെ പൊന്നു ശിവേട്ട, ഒന്ന് പറഞ്ഞതാ. ഏതിന്റെ അർത്ഥം അതിനൊക്കെ അറിയേണ്ടത്? വൈജ പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയല്ലോ. മുമ്പ് ഒരു തവണ ഇതുപോലെ വന്നപ്പം എന്നെ പാടുപെട്ട നമ്മൾ തിരിച്ചു കൊണ്ടുപോയി വിട്ടതെന്ന് അറിയാലോ. ആഹാ, അവള് കടപ്പാര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിന് നമ്മളിപ്പോ എന്നാ ചെയ്യാനാ? ആങ്ങളുമാർക്ക് ചോടയുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ട് വിടും. ഓ, ഒന്ന് കൊണ്ട് വിട്ടതല്ലേ കമലെ ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ വിടാനല്ലേ പറ്റത്തുള്ളൂ. ചങ്ങലക്കിട്ട് പൂട്ടിയിടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. ചങ്ങലക്കിട്ട് പൂട്ടി ഇടുക തന്നെ വേണം. ഇതിനൊക്കെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ചാട്ടം കൊണ്ട് അടിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ കമല വാതിലങ്ങ് അടച്ചു കേട്ടോ. വാതിലങ്ങ് അടച്ചിട്ട് ദേ അവള് ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്തിനാ എന്റെ പൊന്നു ശിവേട്ട? അവൾക്ക് അവളുടെ വാടക വീട്ടിലേക്ക് പോയാ പോരെ? വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നേക്ക. കമലേ, അവളിവിടെ 56 വർഷവും താമസിക്കത്തില്ല. പോയിക്കോളും. 1, 2, 3 ദിവസം തൽക്കാലം ഒരു അഭയത്തിന് വന്ന് കയറിയതല്ലേ. ഓ, അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവള് വാടക വീട്ടിലേക്ക് മാറാൻ എല്ലാം ഒരുക്കവും നടത്തിയതാ. നിങ്ങൾ ആങ്ങളമാര് കൂടിയാ ചെന്ന് തടഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ അതിന്റെ ഫലം? അത് പിന്നെ ഭർത്താവിനോട് പിണങ്ങി വരുന്ന ഭാര്യയ്ക്ക് അവള് ജനിച്ചു വളർന്ന തറവാട്ടിലേക്കല്ലേ വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അയലത്തെ മീനാക്ഷിയമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ കമലെ? നീ എന്നോട് പറഞ്ഞ് രാമപുരത്തിന് പോകുമ്പം എവിടെയാ നീ കയറി ചെല്ലുന്നത്? പള്ളിയിലേക്കാണോ? അല്ലല്ലോ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ പൊന്നി ശിവേട്ട, ഇനിയിപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെയാ. മഹാറാണിയെ പോലെ ഇവിടെ കാല് കയറ്റി വെച്ച് തിന്നും കുടിച്ചും അനങ്ങാതെ ഇരിക്കും. ഞാൻ അവക്കും കൂടി വെച്ച് വിളമ്പി കൊടുക്കണം. ഒരു കറിയാപ്പില എടുത്ത് അവൾ എന്റെ കയ്യിൽ തരത്തില്ല. നീ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. ഒരു പാത്രത്തിൽ കൂടി വിളമ്പണം. അതൊക്കെ ഒരു ജോലിയാണോ കമലെ? അവൾ ഇനി എപ്പോഴും ഇനി അമ്മയുടെ അടുത്തായിരിക്കും. അമ്മയാണെങ്കിൽ ശ്വാസം മുട്ടിയിരിക്കുക എന്റെ കുറ്റം ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാനായിട്ട്. അവര് കുറ്റം പറയുവോ പറയാതിരിക്കുവോ എന്നാ വേണമെങ്കിലും ചെയ്തോട്ടെ. നീ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോകട്ടെ. നീ ശ്രദ്ധിക്കാതിരുന്നാ മതിയെന്നേ. ഓ ശിവേട്ട, അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. രഞ്ജുവിന്റെ മുറി അവള് കൈയേറിയിരിക്കുന്നത് ചോദ്യമില്ല പറച്ചിലുമില്ല. നേരെ വന്നിങ്ങ് കയറി രഞ്ജുവിന്റെ മുറി അങ്ങോട്ട് എടുത്തു. ഓ, എന്നിട്ട് പറയുവാണേ, പണ്ട് ഇത് എന്റെ മുറിയായിരുന്നു, ഇത് ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങ് എടുക്കുകയാണെന്ന്. രഞ്ജിനിക്ക് ഹരിയുടെ റൂം എടുക്കാലോ. അപ്പൊ ഹരി വരുമ്പോ എന്നാ ചെയ്യും? അവന് എന്ന് പുറത്ത് വരുന്ന ഒരു നിശ്ചയവും ഇല്ലല്ലോ. ഓ, എനിക്കറിയാം മേലെ എല്ലാം കൂടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക ശിവേട്ട. നീ ഇതൊന്നും വലിയ സംഭവമായിട്ട് കാണണ്ട. കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞീയെ. കുറെയൊക്കെ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളയണം. അല്ലാതെ ഇതൊന്നും തലയിൽ കയറ്റി വെക്കരുതെന്ന് പറഞ്ഞിട്ട് ശിവൻ അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ തല ചൂടാക്കി ഇങ്ങനെ നമ്മുടെ കമല നിൽക്കുക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാണ് കേട്ടോ. അങ്ങനെ വൈജ പോയതിന്റെ വിഷമത്തില് ബബിത ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഓട്ടോയിൽ രണ്ടുപേര് വന്ന് ഇറങ്ങുന്നത്. വേറെ ആരുമല്ല, രോഹിതും അലീനയും. രോഹിതിന്റെ മുഖത്ത് ഭയങ്കര ചിരിയൊക്കെയാണ്. അലീനയുടെ മുഖത്ത് ചിരി ഭയങ്കരമാണ്. അങ്ങനെ നമ്മുടെ അലീന കയറി വന്നു. അപ്പോഴത്തേക്കും ബബിത ചോദിച്ചു, എന്നതാ എന്നെ പറ്റി കളിയാക്കി പറഞ്ഞത്? നിങ്ങള് രണ്ടുപേരും കൂടെ ചിരിക്കുന്നുണ്ടല്ലോ. രണ്ടുപേരും ഭയങ്കര ചിരിയാണല്ലോ. അയ്യോടാ, അതെന്താന്ന് അറിയാമോ? ഞങ്ങൾ പോയപ്പോ മുതൽ നീ ഇവിടെ നോക്കി നിൽക്കായിരുന്നു എന്ന് പറഞ്ഞല്ല, കളിയാക്കി പറഞ്ഞൊന്നും അല്ല. ഞാൻ കുറെ നേരമായിട്ട് കാത്തു നിൽക്കാം. അല്ല, എന്നെ പറ്റിയിടി മോളെ? ഒരു മ്ലാനത മുഖത്ത്. ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ലെന്നേ. പിന്നെ എന്ത് പറ്റിയിടി നിനക്ക്? അത് വേറൊന്നുമല്ല. അമ്മ പോയി. അമ്മ പോയിന്നോ? അമ്മ എങ്ങോട്ട് പോയിന്ന് മനസ്സിലാവുന്നില്ല.
അത് പിന്നെ അമ്മ വീട് വിട്ട് ഇറങ്ങി പോവാന്ന് പറഞ്ഞ് ബാഗും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടുന്ന് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്ത് ഓടി വന്നു കേട്ടോ. രോഹിത്ത് ഓടി വന്നിട്ട് അച്ഛനും കൂടി വേണമായിരുന്നു. മാനേജർ അച്ഛനെ തിരക്കി. ഞങ്ങള് ഇപ്പം വീട്ടിലേക്ക് കയറി. അലീന ചേച്ചി അച്ഛനെ വിളിച്ച് എല്ലാം പറഞ്ഞു. ഞാനേ വെക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഫോണിലാട്ടോ സംസാരിച്ചത് നമ്മുടെ രോഹിത്. അപ്പൊ രോഹിത് എന്നെ പറ്റി ഒരു ശോക സീന്. അത് പിന്നെ മോനെ രോഹിത്തെ അമ്മ പോയെന്നാ ബബിത പറയുന്നത്. എങ്ങനെ പോയി, എങ്ങോട്ട് പോയി, എന്തിനാ പോയത്? അത് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിന്ന്. പെട്ടിയും പ്രമാണവും എടുത്ത് എല്ലാം പിറക്കി കെട്ടി ഒരു ടാക്സി വിളിച്ച് അതിൽ കയറി പോവുക ചെയ്തത്. അതെന്നാ പോക്ക? എന്നാ കാര്യം? കാര്യമില്ലേ? കാര്യം വേറൊന്നുമല്ല, അമ്മയ്ക്ക് ഇനി ഇവിടെ താമസിക്കാൻ വയ്യ, അത് തന്നെ. അല്ല, ഇപ്പൊ കൊല്ലപ്പള്ളിക്കാ പോയേക്കുന്നെന്നാ രോഹിത്തെ പറഞ്ഞത്. ഓ, അങ്ങോട്ടാണോ? ഇതിനു മുമ്പ് പോയിട്ടുള്ളതല്ലേ? ഏയ്, ഇതതിനല്ല. കൊല്ലപ്പള്ളി താമസിച്ചുകൊണ്ട് ഒരു ചാൻസും കൂടി അച്ഛന് കൊടുക്കുന്നു. അമ്മയുടെ ഡിമാൻഡ്സ് അംഗീകരിച്ചില്ലെങ്കിൽ അവിടുന്ന് വാടക വീട്ടിലേക്ക് പോകുന്നേ. ഷോ രോഹിത്തിന് കോളേജിലേക്ക് തിരിച്ചെടുത്തതിന്റെ സന്തോഷത്തിൽ വന്നതാ സ്വീറ്റ്സും കേക്കൊക്കെ മേടിച്ചിട്ട്. ഓഹ്, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പോഴേ രോഹിത് പറഞ്ഞു, ഈ അമ്മ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ കാര്യത്തില് ഒരു കൺസേർഡും ഇല്ലാതെ തോന്നി പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാണോ? അത് രോഹിയേട്ടനെ കോളേജിലേക്ക് തിരിച്ചെടുത്തു അല്ലേ എന്ന് ബബിത ചോദിച്ചപ്പോഴത്തേക്കും, ഇങ്ങനെയാണെങ്കിൽ എടുക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തെന്നോ? കോളേജിൽ എന്റെ റീ എൻട്രി നമ്മളെല്ലാവരുമായിട്ട് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഓർത്തതാ. ഇനിയിപ്പോ എന്നാ ചെയ്യുന്നത്? അല്ല, നീ അച്ഛനോട് പറഞ്ഞോ ബബിതെ? ഇല്ല അലീന ചേച്ചി, ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് മതിയായി. എന്റെ എല്ലാ സന്തോഷവും പോയി. ഓഹ്, വല്ലാത്തൊരവസ്ഥ. അല്ല, അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതല്ല മോളെ പ്രശ്നം. ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അല്ല, നമ്മൾ എന്നാ ചെയ്യാനാ അലീന ചേച്ചി? എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി കൊല്ലപ്പള്ളിക്ക് അങ്ങ് പോകാം. എന്നിട്ട് നമ്മളും അവിടെ താമസിക്കാൻ ചെന്നാന്ന് പറയണം. എല്ലാരും കൂടെ ചെല്ലുമ്പോഴേ നല്ല മേളമായിരിക്കും. കമല ആന്റിയുടെ കുരു പൊട്ടും. 6 കുരു പൊട്ടിയാലും നമുക്കത് നോക്കണ്ട. ബബിത, നീ എന്ത് പറയുന്നു? നമുക്ക് പോയാലോ? ഞാൻ വരാം, നമുക്ക് പോയി നോക്കാം. അമ്മയ്ക്ക് മനമാറ്റം ഉണ്ടാവുന്നൊന്നും തോന്നുന്നില്ല, എങ്കിലും പോയി നോക്കാം. ഏതായാലും കൃഷ്ണമോളും കൂടെ വരട്ടെ ബബിത. അവള് വന്നിട്ട് പോകാം. അവള് വന്നില്ലല്ലോ. അവള് വന്നില്ല, അവൾ ഇപ്പൊ വരുമായിരിക്കും. എന്നാ പിന്നെ ഞാൻ അച്ഛനെ വിളിച്ചു പറയാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അലീന അകത്തേക്ക് പോയി. നമ്മുടെ ബബിതയും രോഹിതും ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. ഭയങ്കര സങ്കടത്തോടു കൂടിയാട്ടോ നിൽക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഈ പിള്ളേർ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഈ തന്തയെന്നുള്ള അറിയുന്നില്ലല്ലോ. ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന നേരെ ഒരു ബാഗൊക്കെ എടുത്തോണ്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ബാഗൊക്കെ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും, അല്ല ചേച്ചി ഡ്രസ്സ് മാറിയോ? ഇത് നല്ല ഡ്രസ്സല്ലേ? അല്ല സോറി, അത് നല്ല ഡ്രസ്സല്ലേ? അപ്പൊ കൊല്ലപ്പള്ളിയിലേക്ക് അതും ഇട്ടോണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. ദേ കമല ആന്റി ചൂലെടുത്ത് ചാണകവെള്ളം മുക്കി അടിച്ചിട്ടുണ്ടല്ലേ, എല്ലാം തീർന്ന്. അത് പിന്നെ ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് സമയം കളയണ്ട, പോകാം. അല്ല, അവിടെ തൊഴിലുറപ്പൊന്നും നടക്കുന്നില്ലല്ലോ. തൊഴിലുറപ്പ് നടക്കുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ കമലയാറ്റിയെ ചിലപ്പോ ജൂണിലെടുത്ത് ചാണകവെള്ളം തളിച്ച് അടിക്കും. അപ്പൊ കൃഷ്ണമോള് വന്നിട്ട്, അതെ ഇതൊന്ന് കെട്ടിത്തന്നെ അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് നേരെ അലീനയുടെ അടുത്തൊരു ബുഷൊക്കെ കൊടുക്കുകയാണെ. അപ്പം കൃഷ്ണമോൾക്ക് അലീന കെട്ടിയൊക്കെ കൊടുത്തു. അപ്പൊ റെഡിയായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, റെഡിയായി അലീന ചേച്ചി എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത പോവുകയാണ് ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്ക് കൃഷ്ണമോള് ചോദിച്ചു, അല്ല അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അവിടെ ചെന്നിട്ട് നമുക്ക് അഭിനയിക്കാം. അഭിനയിക്കാനോ? ചുമ്മാ പറഞ്ഞതാടി. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് എന്തിനാ? വേറെ ഒന്നിനുമല്ല, സമരം ചെയ്യാനായിട്ട്. അമ്മയെ കണ്ടില്ലേ, മക്കള് വന്നത് കണ്ടില്ലേ, തിരിച്ചു പോരാ മനസ്സില്ലേ, നമ്മൾ ഇവിടെ താമസിക്കും. ഈ സമര മുദ്രാവാക്യം മതിയോ? ചേച്ചി നിമിഷകവിയാണെന്ന് തോന്നുന്നല്ലോ. നീ ചിരിക്കൊന്നും വേണ്ട. ഇതേ കൊല്ലപ്പള്ളി ചെയ്യുമ്പോ ഈ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും. രോഹിത്തെ ഇറങ്ങി വാടാ. എടാ രോഹിത്തെ എന്ന് പറഞ്ഞ് അലീനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ബാഗൊക്കെ മാറ്റി വന്നു, ഡ്രസ്സൊക്കെ എടുത്തു വന്നു, ബാഗൊക്കെ എടുത്തോണ്ട് വന്നു. രോഹിത്തും ബാഗൊക്കെ എടുത്തോണ്ട് വന്നു. രോഹിത്ത് വന്നിട്ട്, ഞാൻ റെഡി. അച്ഛൻ പറഞ്ഞു വീടും പൂട്ടി താക്കോലും കൊണ്ട് പൊക്കോളാന്. അച്ഛന്റെ കയ്യിൽ സ്പെയർ കീ ഉണ്ട്. അല്ല, കാറ് കിട്ടുവോ രോഹിതേട്ടാ എന്ന് കൃഷ്ണമോള്. ഗോവർദ്ധനങ്കിള് കാറ് തരാന്നാ പറഞ്ഞത്. വീട് പൂട്ടിയിട്ട് നമുക്ക് പോകാം ബാ എന്ന് പറഞ്ഞിട്ട് ഈ മക്കള് 3 പേരും കൂടെ, 3 പേരല്ല 4 മക്കള്, 4 പേരും കൂടെ ഇറങ്ങാണ് കേട്ടോ. അപ്പോഴത്തേക്കും വീടിന്റെ മുറ്റത്തേക്ക് ഒരു വണ്ടിയും വന്നു. അങ്ങനെ വണ്ടി വന്നു. ആ വണ്ടി കയറി നേരെ പോവുകയാണ് കൈതക്കൽ തറവാട്ടിലേക്ക്. അങ്ങനെ കൈതക്കൽ തറവാട്ടിലേക്കും എത്തി. ഭയങ്കര ഒരു പേടി നമ്മുടെ രോഹിത്തിനും അലീനയ്ക്കും ഒക്കെ. അങ്ങനെ അലീന പറഞ്ഞു, ഞാൻ വന്നതിന്റെ രോക്ഷം ഏതായാലും ഇവിടെ കാണിക്കും. ഒരിക്കലും ഇവിടെ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അമ്മയ്ക്ക് മനസ്സിലാവും വേറെ വഴിയില്ലെന്ന്. അലീന ചേച്ചി, ഞാനും ബബിതയും കൃഷ്ണമോളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. മനുവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ. അല്ല, നിങ്ങൾ രണ്ടും റെഡിയല്ലേ എല്ലാം നേരിടാനായിട്ട്? അപ്പൊ ബബിതയും കൃഷ്ണയും പറഞ്ഞു, ഞാൻ റെഡിയാ, ഞാൻ പണ്ടേ റെഡിയാന്ന്
മറ്റൊരാളും കൂടെ പറഞ്ഞു. മറ്റൊരാളെന്ന് പറഞ്ഞാൽ കൃഷ്ണമോളും കൂടെ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇവര് 4 പേരും കൂടെ ഇറങ്ങും കേട്ടോ വണ്ടിക്കകത്തുനിന്ന്. അലീനയുടെ മനസ്സിൽ ഭയങ്കര പേടിയുണ്ട്. എന്താ ഉണ്ടാകാൻ പോകുമെന്ന് അറിയത്തില്ലല്ലോ. മറ്റേ 3 പേരും ചെന്നത് സഹിക്കും. അലീന ചെന്നത് കമലയും ഒരിക്കലും സഹിക്കാൻ പോകുന്നില്ല, വൈജയും സഹിക്കാൻ പോകുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു രോക്ഷം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു രോക്ഷ പ്രകടനം അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അലീന പാവം സങ്കടത്തോടെ ഡോറൊക്കെ തുറന്നിങ്ങനെ ഇറങ്ങുകയാണ്. അലീന എന്നിട്ട് വരാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം കൃഷ്ണമോൾ എന്തിനാ പമ്മി പമ്മി നിൽക്കുന്നത്? എന്താ പേടിയാണോ? അത് പിന്നെ ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കണോന്ന്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിലും മേഡത്തിന്റെ പ്രശ്നം കൂടത്തേ ഉള്ളത്, കുറയത്തില്ല. അതൊക്കെ നമുക്ക് റെഡിയാക്കാമെന്നേ എന്ന് പറഞ്ഞിട്ട് അലീനയെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ ഒരു സമയത്ത് കോളിംഗ് ബെൽ അടിച്ചത് നമ്മുടെ രഞ്ജിനിയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. അങ്ങനെ ബബിതേനെ കണ്ടത്, എടി ബബി എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്, രോഹിയേട്ട എത്ര നാളായി കണ്ടിട്ട്, നിങ്ങൾക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നില്ലല്ലേ? അപ്പൊ അലീനയും നമ്മുടെ കൃഷ്ണയും വരികയാണ് കേട്ടോ. അപ്പം പറഞ്ഞു ഞങ്ങളും കൂടെ ഉണ്ടേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രഞ്ജിനി ചോദിച്ചു, ഇതെന്താ നീ ഒളിച്ചു നിന്നത്, കേറി വാ. നിങ്ങളുടെ സ്നേഹപ്രകടനം കഴിഞ്ഞിട്ട് ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാ മതി. അപ്പോഴത്തേക്ക് രഞ്ജിനി ഹായ് എന്ന് പറഞ്ഞ് അലീനയ്ക്ക് ഒരു ഹായും കൊടുത്തു. അവിടെ മനു ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രഞ്ജിനി, മനുവേട്ടാ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ, ദേ ഇങ്ങോട്ടൊന്ന് വന്നേന്ന്. രഞ്ജിനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ ഇവര് വന്നതും. അങ്ങനെ ഇതെന്താ എല്ലാവരും പെട്ടെന്നൊരു വരവ് എന്ന് രഞ്ജിനി ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തോ വള്ളിക്കെട്ടും വള്ളിക്കേസും ആണല്ലോ എന്ന്. സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാനായിട്ട് നമ്മുടെ മനു ഓടി വരികയാണ് കേട്ടോ. വേറെ ആരുമല്ല, അലീനയും അവര് 4 പേരും ഉണ്ടല്ലോ. അപ്പൊ അലീനയെ കണ്ടത് പെട്ടെന്നൊരു സന്തോഷമൊക്കെ നമ്മുടെ മനുവിന്റെ മുഖത്ത്. പക്ഷെ മനുവിന്റെ മുഖത്ത് എന്തോ ഉണ്ട്, മനുവിന് മനസ്സിലാവുന്നുണ്ട് ഇവര് 4 പേരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തോ ഉണ്ടല്ലോ, അല്ലാതെ വെറുതെ ഇങ്ങോട്ട് പോരുമല്ലോ. എന്തായാലും മനു ചെന്നു. ഈ സമയത്ത് അലീനയെ അകത്തേക്ക് കയറി വന്നു, കൃഷ്ണമോളും അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് മനു ചോദിച്ചു, എന്താ എല്ലാവരും കൂടി എന്താ ഉദ്ദേശം? 4 പേരും ഉണ്ടല്ലോ. അത് പിന്നെ അതൊക്കെ ഉണ്ട് മനുവേട്ട. അമ്മ എന്തിയെ എന്ന് രോഹിത്. ആന്റി ഇവിടെ ഉണ്ടെന്നേ. അല്ല, ദേ കടത്തിക്കൊണ്ട് പോകാനാണോ ഇങ്ങോട്ടേക്ക് വന്നത് വൈജയനെ? കടത്തിക്കൊണ്ട് പോകാനൊന്നും അല്ല, സമാധാനത്തോടു കൂടി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഞങ്ങളുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഇതൊക്കെയാ ഞങ്ങളുടെ പ്ലാന്. അതിവിടെ വർക്കൗട്ട് ആവുമോ? നിനക്ക് ആര്യയുടെ കാര്യം അറിയത്തില്ലേ ബബി? നീ എന്തുവാ ഈ പറയുന്നത്? അതൊന്നും ഇവിടെ നടക്കത്തില്ലെന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ അലീനോട് ചോദിച്ചു, അല്ല ഇവര് പറയുന്നത് കേട്ടിട്ടെ നീയും ഇങ്ങ് പോന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, അത് പിന്നെ എന്റെ പൊന്ന് മനുവേട്ടാ ഒന്ന് മിണ്ടാതിരിക്കുക, ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ബാ നമുക്ക് കയറി പോകാന്ന് പറഞ്ഞു കൃഷ്ണമോള് സിമ്പിൾ ആയിട്ട് അകത്തേക്ക് കയറിപ്പോയി വാന്നേന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ബാക്കി എല്ലാവരും പുറകെ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അലീനയ്ക്ക് ഭയങ്കരമായിട്ടൊരു ചളുപ്പോ എന്തോ ഉണ്ട് കേട്ടോ. കാരണം അലീനയുടെ പേര് ചൊല്ലിയാണല്ലോ അവിടെ യുദ്ധം. അപ്പൊ അലീന ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടേ അത് നന്നായിട്ട് അലീനയുടെ മുഖത്തുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നിരന്ന് നിൽക്കുകയാണ് കയറി അകത്തേക്ക് വന്ന്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വൈജ ഇറങ്ങി വരുന്നത്. വൈജ ഞൊണ്ടി വന്നതും നേരെ നോക്കുന്ന അലീനയുടെ മുഖത്തേക്കാണ്. ഇവരുടെ 3 പേരുടെയും കൂടെ അലീനയും. അവിടെ നിന്ന് അലീനയുടെ കണ്ട് സ്വൈര്യം കെട്ടിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അലീന ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈജ സഹിക്കോ? വൈജ തൂറിച്ച് വല്ലാണ്ടൊരു നോട്ടം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് വൈജ ചോദിച്ചു, അല്ല ഇവിടെ എന്താ വല്ല കല്യാണം ഉണ്ടോ എല്ലാരും കൂടെ എഴുന്നള്ളി ഇങ്ങോട്ടേക്ക് വരുന്നത്? അത് പിന്നെ അമ്മയെ കാണാൻ വേണ്ടി വന്നാണ് ബബിത പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലത് ഒളിച്ചു വന്നതല്ലല്ലോ. അപ്പോഴത്തേക്ക് രോഹിത് പറഞ്ഞു, അത് പിന്നെ അമ്മ ഞങ്ങൾ മാനേജർസിനെ കണ്ടിട്ട് വരുമ്പോ അമ്മ വീട്ടിലില്ല, എന്നെ കോളേജിലേക്ക് തിരിച്ചെടുത്തമ്മ. ഞങ്ങളാണെങ്കിൽ സ്വീറ്റ്സും കേക്കൊക്കെ വാങ്ങിച്ചോണ്ടാ വന്നത് ആ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അമ്മേനെ കണ്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കൊല്ലപ്പള്ളിക്ക് ഞാൻ വന്നു. അതെ, ഇത് എന്റെയും കൂടെ വീടല്ലേ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോകത്തില്ലേ? അതിന് ഞാൻ ഇറങ്ങി പോകുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത്? കടന്നു കളഞ്ഞത് നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് പിന്നെ പെട്ടിയും കിടക്കി എടുത്ത് ടാക്സി വിളിച്ചുകൊണ്ട് പോകാൻ എന്താ കാരണം? അവിടെ പൊട്ടിത്തെറി വല്ലതും ഉണ്ടായോ? പൊട്ടിത്തെറി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പട്ടി കിടക്കുന്ന മാതിരി എനിക്ക് അവിടെ കിടക്കണ്ട, അത് തന്നെ കാര്യം. അതിനെ എനിക്ക് മനതുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, അത് പിന്നെ കൃഷ്ണമോളെ ഞാൻ മുത്തശ്ശീനെ ഒന്ന് കണ്ടിട്ട് വരാമേ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നൈസായിട്ട് മുത്തശ്ശീനെ കാണാനായിട്ട് നമ്മുടെ അലീന അങ്ങ് കയറി പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രോഹിത് പറഞ്ഞു, അമ്മേ നമുക്ക് പോകാം, പെട്ടി സാധനമൊക്കെ ഇവിടെ ഇരിക്കട്ടെ, അത് പിന്നെ എടുക്കാം, നമുക്ക് ഇപ്പൊ പോകാം. ഞാൻ തിരിച്ചു പോകാനല്ല വന്നത്, തന്നെ പോയാ മതി. ഇനി ഞാൻ ആ വീട്ടിൽ കാല് കുത്തണമെങ്കിൽ ബാലേന്ദ്രൻ എന്നെ വന്ന് വിളിക്കണം. വെറുതെ വിളിച്ചാ പോരാ, എന്നോട് മാപ്പ് ചോദിച്ചു വിളിക്കണം. അലീന എന്ന് പറയുന്നവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വിളിക്കണം. എന്നോട് കാണിച്ചതിന് എന്റെ കാല് പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും വേണം. എന്നിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ, അല്ലാതെ ഞാൻ തിരിച്ചു വരത്തില്ല. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, മിക്കവാറും നടന്നേക്കും. അതെ, അച്ഛൻ പിച്ചക്കാരനായിട്ട് ഇനി ഒന്നുകൂടെ ജനിക്കണം. എനിക്ക് തിരിച്ചു വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലടി, ഞാൻ ഇവിടെ കഴിഞ്ഞോളാം.
ബബിത പറഞ്ഞു, അമ്മേ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയായി വന്നോണ്ടിരിക്കുക. അമ്മയും കൂടി ഒന്ന് അയഞ്ഞു കഴിഞ്ഞ കുഴപ്പം ഇല്ലെന്നേ. ഒന്ന് അമ്മ ഒന്ന് അയയ. ഓ പിന്നെ എവിടെ ശരിയായി വന്നതാടി? ആദ്യമേ നിന്റെ അച്ഛൻ ശരിയാകണം. അത് കഴിഞ്ഞിട്ട് നിന്റെ ആ വീട്ടിലെ ആ മറ്റവള് അവളെ ഇറക്കി വിടണം. അതിന് നിന്റെ അച്ഛൻ ശരിയാണെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമല്ലോ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ശരിയൊന്നും ഒരു ശരിയുമല്ല. അത് പിന്നെ അമ്മ കൂടി വന്നാലേ ശരിയാവത്തുള്ളൂ. അതിനല്ലേ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മേനെ വിളിക്കാനായിട്ട് വന്നത്. ഓ എന്റെ ഏറ്റവും വലിയ ശത്രുവിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക എന്നെ വിളിക്കാനായിട്ട്. അവളെ എന്തിനടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? വിളിക്കാനാണോ അതോ കളിയാക്കാനാണോ? അപ്പൊ കൃഷ്ണമോൾ വന്നിട്ട് പറഞ്ഞു, അലീന ചേച്ചി ഞങ്ങളുടെ നേതാവ്, അതും കൊണ്ട് അലീന ചേച്ചി ഞങ്ങളുടെ കൂടെ വന്നത്. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാ അമ്മയോട് അലീന ചേച്ചി സംസാരിക്കാത്തത്. അമ്മയ്ക്ക് അലീന ചേച്ചി അലീന ചേച്ചിക്ക് അമ്മ ഏറ്റവും കൂടുതൽ വീട്ടിൽ വരണമെന്ന് ആഗ്രഹമുള്ളത്. ഓ എനിക്കറിയാം, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവളാ അവള്. അവൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ദേ പിള്ളാരെ പോകാൻ നോക്കിക്കോ, ഞാനിവിടുന്ന് വരത്തില്ല എന്ന് പറഞ്ഞ് വൈജ നിപ്പുണ്ട്. അതിൽ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.